നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ജില്ലാ കലോത്സവം പ്രതിഷേധം. മുറിയിൽ കയറി വാതിലടച്ച് ജഡ്ജസ്. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംഘർഷം. സംഘനൃത്ത വിധി നിർണയത്തിൽ ജഡ്ജസ്മാർക്കെതിരെ പ്രതിഷേധമുയർന്നു. കുട്ടികളും അധ്യാപകരും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒടുവിൽ പോലീസ് എത്തിയാണ് ജഡ്ജിമാരെ മാറ്റിയത്. പെൺകുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ വിധി നിർണയത്തിന് എതിരെയാണ് പ്രതിഷേധമുയർന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. എഴുതക്കാട് കാർമൽ സ്കൂളിനായിരുന്നു 1ാം സ്ഥാനം. ഇതിനെതിരെ കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പ്രതിഷേധിച്ചത്. ഇതോടെ ജഡ്ജിമാർ ഓടി മുകളിലെ മുറിയിൽ കയറി വാതിലടച്ചു. കുട്ടികളും അധ്യാപകരും 3 മണിക്കൂറോളം മുറിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് എത്തിയാണ് ജഡ്ജിമാരെ മാറ്റിയത്. കാണാതായ യുവതിയുടെ മൃതദേഹം പുഴയിൽ. കോഴിക്കോട് കൊയിലാണ്ടി മുട്ടാമ്പിപ്പുഴയിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മേപ്പയൂർ സ്വദേശി സ്നേഹയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സ്നേഹയെ കാണുന്നില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കവെയാണ് മൃതദേഹം കണ്ടെത്തിയത്. AKG സെന്റർ മുൻ ജീവനക്കാരൻ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ. നെടുമങ്ങാട് പുലിപ്പാറ സ്വദേശിയായ ബാബുവാണ് മരിച്ചത്. വീടിന്റെ മുന്നിലെ സിറ്റൌട്ടിന് പുറത്ത് പുലർച്ചെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ബാബുവിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 4 മാസം മുമ്പ് ബാബുവിനെ AKG സെന്ററിലെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. പീസറിനെ CPMലെടുത്തു. വമ്പൻ സ്വീകരണം. ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും പീസറിനെ ഔദ്യോഗികമായി പാർട്ടിയിലേക്ക് സ്വീകരിച്ച സംസ്ഥാന സെക്രട്ടറി. രാവിലെ തിരുവനന്തപുരത്ത് AKG സെന്ററിലെത്തിയ സരിനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AK ബാലനും ചുവപ്പ് ഷാളണിയിച്ച് സ്വീകരിച്ചു. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിലായെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സരിൻ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കും. ഘടകവും മറ്റു ചുമതലകളും ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗബിന് കുരുക്കുമുറുകുന്നു. നിർണായക രേഖകൾ കണ്ടെത്തി. നടനെ ചോദ്യം ചെയ്യും. നടൻ സൗബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് വിശദമായി ചോദ്യം ചെയ്തേക്കും. സൗബിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധന രാത്രി വൈകുവോളം നീണ്ടിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ ആദായ നികുതി വകുപ്പ് കണ്ടെടുത്തതായാണ് റിപ്പോർട്ട്. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് താരത്തിന് നേരെ ഉയരുന്ന ആരോപണം. സൂപ്പർ ഹിറ്റായി മാറിയ മഞ്ഞുമൽ ബോയ് സംവിധാനം ചെയ്തത് സൗബിന്റെ പറവ ഫിലിംസ് ആണ്. ഈ സിനിമയുടെ നിർമ്മാണവും കളക്ഷനുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിച്ചത്.